ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചത് കൊണ്ടായിരിക്കണമല്ലോ ഇത്രയും വർഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഹേയ് യു, വെൽക്കം ബാക്ക് ടു SRT വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മാത്രമല്ല, വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഉണ്ട്. വേറൊന്നുമല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ ആണ്. അപ്പോൾ എൻ്റെ റീൽസിലൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ ഒരാളെ കാണുന്നുണ്ടാവും, റിനിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് ജൂലൈ 25 അല്ലേ, ജൂലൈ 25 6 വർഷം, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ 6 വർഷം തികയാണ്. 2019 ജൂലൈ 25-നാണ് എന്റെ ഫോളോവർ ആയിരുന്നു. ഒരു 2019 ഫോളോവർ ആയ ആള് ഇന്നിപ്പോ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അത്രത്തോളം ബോണ്ടിൽ ഞങ്ങളിപ്പോ നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് പറയാം. ഇന്ന് പറയാൻ വന്നൊരു കാര്യം, ഞങ്ങൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യാട്ടോ. ഞങ്ങളുടെ 6th ഫ്രണ്ട്ഷിപ്പ് ആനിവേഴ്സറി കേക്ക് കട്ടിംഗ് ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്പോട്ടിലാണ്. നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് കടമക്കുടിയാട്ടോ. കടമക്കുടിയിലെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നപ്പോഴാണ് ഗൈസ് അറിയുന്നത്, കടമക്കുടി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിലേക്ക് ബൈ റോഡ് പോകാൻ പറ്റത്തില്ല, ജങ്കാറിൽ കയറണം. അല്ലോ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും ജങ്കാർ വഴി തന്നെ പോകാൻ തീരുമാനിച്ചു. ഞാൻ ജങ്കാറിൽ വണ്ടി കൊണ്ട് കയറുന്നത് സെക്കൻഡ് ടൈമാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് അല്ല വൈപ്പിൻ്റെ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് പോകുമ്പോൾ ജങ്കാറിൽ ഞാൻ കാറ് കൊണ്ട് പോയിട്ടുണ്ട്. അതുകൂടാതെ ഇത് എൻ്റെ ലൈഫിലെ സെക്കൻഡ് ടൈമാണ്. നല്ല ടെൻഷനുണ്ട്. പൊതുവേ ഞാൻ ഡ്രൈവിങ്ങിലും ഭയങ്കര എക്സ്പേർട്ടാട്ടോ. സ്വയം പുകഴ്ത്തുന്നതല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഡ്രൈവറാണ്. ഏത് കാട്ടുമുക്കിൽ വണ്ടി കൊണ്ടുവന്നിട്ടാലും അവിടെ നിന്ന് തിരിക്കാനും വളയ്ക്കാനും പാർക്ക് ചെയ്യാനും എടുത്തിട്ട് പോകാനൊക്കെ അങ്ങനത്തെ പേടിയുള്ള ആളൊന്നും അല്ല. പക്ഷേ ഇത് എനിക്ക് കുറച്ച് പേടിയായിരുന്നു. കാരണം ചെറിയതായിട്ടൊന്നും പാളിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്കാണ്. ഫൈനലി നമ്മൾ വണ്ടി ഇറക്കി. സംഭവം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ അതായത് ചെയ്യാൻ നമ്മൾ പേടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്നുണ്ടൊരു കോൺഫിഡൻസ് ഇല്ലേ, അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളങ്ങ് ട്രൈ ചെയ്യുക. പറ്റുമോ എന്നൊന്നും നോക്കണ്ട, അങ്ങനെ ട്രൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഒക്കെ വേറെ ലെവലാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടെങ്കിൽ ഇത്രയും തള്ളി മറിക്കേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ 2019 ജൂലൈ 25-ന് ദുബായിലെ കരാമ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ കണ്ടുമുട്ടുന്ന ആദ്യമായിട്ട്. അന്ന് റിനി എൻ്റെ ടിക്ടോക്കൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് ഞാനവിടെ ഫുഡ് കഴിക്കാൻ കരാമയിൽ ഫുഡിൽ പോയപ്പോൾ റിനി വന്നിട്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ അന്ന് പരിചയപ്പെട്ടപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു 6 വർഷത്തോളം എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നൊരു വ്യക്തിയാണ് എന്നൊന്നും. അങ്ങനെ ഞങ്ങൾ ഓരോ വർഷം ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം പറയാറുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒരു കേക്ക് കട്ടാണെങ്കിൽ പോലും അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. രാവിലെ അവൾ തന്നെയാണ് മെസ്സേജ് വിട്ട് ഓർമ്മിപ്പിച്ചത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആനിവേഴ്സറി ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ മടി പിടിച്ചിരുന്നില്ല. സംഭവം ഫുള്ള് മഴയുള്ള ദിവസമൊക്കെ ആയിരുന്നു. എന്നാലും 6ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഒത്തിരി പേര് വന്ന് പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് പേരാണുള്ളത്. ആ കുറച്ച് പേരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് റിനി എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ അവൾ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്കെന്നാൽ കൂടാല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഇൻസ്റ്റയിൽ കുറേ കോട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഒരു 6 വർഷത്തോളം 7 വർഷത്തോളമൊക്കെ ഫ്രണ്ടായിട്ട് നിൽക്കുവാണെങ്കിൽ പിന്നീട് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവാൻ പോകുന്ന ഫ്രണ്ടായിരിക്കും അത്. അങ്ങനെയാണ്, ഒരു 7 വർഷം കംപ്ലീറ്റ് ചെയ്ത ഫ്രണ്ട്ഷിപ്പ് പിന്നെ ലൈഫ് ലോങ് ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ 6ാമത്തെ വർഷത്തിലേക്ക് കടന്നു. കുറേ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മാസങ്ങളോളം മിണ്ടാതിരിക്കാറുണ്ട്, തല്ലുകൂടാറുണ്ട് എല്ലാ ഫ്രണ്ട്സിനെയും പോലെ. പക്ഷേ ഒരു ഉളുപ്പില്ലാണ്ട്, ഒരു ഈഗോ ക്ലാഷസ് ഇല്ലാണ്ട്, പിന്നീട് അതുവരെ വഴക്കിട്ടിരുന്ന വ്യക്തിയാണെന്ന് പോലും ഓർക്കാണ്ട്, ഒരു ചമ്മലും മടിയില്ലാതെ വീണ്ടും പോയി സംസാരിക്കാനുള്ള എൻ്റെ ആകെയുള്ളൊരു ഫ്രണ്ടാണിത്. ആകെയല്ല, എൻ്റെ കൂടെ കുറച്ച് സർക്കിളിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും വഴക്കൊക്കെ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പേരിൽ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാത്ത കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഇവള്. അപ്പോൾ 7 വർഷത്തിലേക്ക് ഇനി കടക്കട്ടെ. 7 വർഷം കടന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവാൻ പോകുന്ന ഫ്രണ്ടാണെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്.
കാരണം അത്രയും ഒരു ഭയങ്കര ബോണ്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ദോഷം വന്നാലും സങ്കടം വന്നാലും എപ്പോഴും കട്ടയ്ക്ക് കൂടെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക, ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ളൊരു വലിയൊരു സമ്പാദ്യം കേട്ടോ. അങ്ങനെ വളരെ കുറച്ച് പേരൊക്കെ എൻ്റെ ലൈഫിലുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കൂല. അതായത് ഒരു നാളെ ഇനി മൂന്നാമതോ നാലാമതോ ഒരാളൊക്കെ ഇടയിൽ കയറിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുത്തിട്ട് ഉള്ള ഒരു ജയവും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ മിണ്ടാതിരിക്കാം മാസങ്ങളോളം, എന്നാലും വേറൊരു വ്യക്തി കടന്നു വരുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കില്ല എന്ന് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത വാക്കാണ്. അത് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങളത് പാലിച്ച് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഇത്രയും വർഷങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ബൈ ദ വേ, നമ്മളിപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വഴി അടിപൊളി വഴിയായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര നല്ല നല്ല വഴികളൊക്കെ, നല്ല ഭംഗിയുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെ നമ്മൾ വഴീൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമാണെന്നാണ് കേട്ടത്. പോരുന്ന വഴിയിൽ ഞങ്ങളൊരു ചെറിയ ബേക്കറിയിൽ നിർത്തിയിട്ട് ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. സംഭവം ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെയാണ്, ആരും കഴിക്കാനൊന്നും പോണില്ല. എന്നാലും ഞങ്ങളുടെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ കേക്ക് പ്രധാനപ്പെട്ടൊരു സംഭവമാണല്ലോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു. ഇതാണ് വഴി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോയതായിരുന്നു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞത് സംഭവം ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ്. വീണ്ടും അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത വഴി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴി, ഭയങ്കര വൈബ്. ഈവനിങ് സമയത്തൊക്കെ അവിടെ പോയിരുന്ന് ചില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. വൈകുന്നേരങ്ങളൊക്കെ വേറെ ലെവലാക്കി തരും ഈ വഴികളൊക്കെ. ഞാൻ എന്തായാലും തീരുമാനിച്ചു ഇനി ഒരിക്കലും ഒരു ഫ്രീ ടൈമിൽ അച്ഛനും അമ്മയും വീട്ടുകാരെല്ലാവരെയും കൂടെ ഇങ്ങോട്ടൊക്കെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പതുക്കെ കറങ്ങണം എന്നൊക്കെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനു മുമ്പ് ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള ഷാപ്പുകളുടെ ലിസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ തൃപ്പൂണിത്തുറ മുല്ലപ്പന്തൽ എന്ന് പറയുന്ന ഷാപ്പുണ്ട്. പണ്ട് മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്തിട്ടാണെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പന്തലിൽ പോകും. പിന്നെ കൂടാതെ നമ്മുടെ ചെറായി ബീച്ചിനോട് ചേർന്നിട്ട് അവിടെയും ഷാപ്പ് കറി ഉണ്ട്. നല്ല എരിവും പുളിയും എല്ലാം ഉള്ള മീൻകറിയും കക്ക ഇറച്ചിയും താറാവ് കറിയൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ഷാപ്പിൽ തന്നെ പോയിട്ട് ഫുഡ് കഴിക്കണം. അത് വേറെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ, അല്ലാതെ കള്ളു കുടിക്കാനല്ല. നോട്ട് ദ പോയിന്റ്. എനിവേ, മുല്ലപ്പന്തൽ, ചെറായിലെ ഷാപ്പ്, അതുപോലെ തന്നെ ആലപ്പുഴയിലുണ്ട് അങ്ങനെ ഒരു അമേരിക്കൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതൊരു കിട്ടില്ലൻ ഒരു ഷാപ്പാണ്, ഭയങ്കര ഫേമസ് ആണ്. അവിടെയും പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കടമക്കുടി പോകുന്നത് 4ാമത്തെ. അങ്ങനെ 4 ഷാപ്പുകളിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പോയ ഷാപ്പുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് തള്ളി മറിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര മോശം റോഡായിരുന്നു. ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ആകെ നശിച്ചു, കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഭയങ്കര കച്ചറ റോഡായിരുന്നു കേട്ടോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ UAE-ലൊക്കെ റോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പുറം രാജ്യങ്ങളിലുള്ള, UAE മാത്രമല്ല പുറം രാജ്യങ്ങളിലുള്ള റോഡ് മെയിൻ്റനൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ. നാട്ടിൽ വരുമ്പോൾ ഈ പത്തറ്റിക് സിറ്റുവേഷനൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അവരെയൊക്കെ നമിച്ചു പോകുന്നത്. എനിവേ, അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം കടമക്കുടി ഷാപ്പാണ് നമ്മുടെ എയിം. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ വന്നപ്പോൾ പോകുന്ന വഴിയിൽ ഓരോരുത്തരോട് ചോദിച്ചൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒന്ന് ഒതുക്കി പാർക്ക് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അപ്പുറത്തെ ഡോറ് തുറന്നിറങ്ങാൻ പറ്റാമെന്നുണ്ട്. ഇപ്പുറത്തെ ഡോറിലേക്ക് തുറന്ന് ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഗൈസ് ഇറങ്ങിയത്. എൻ്റെ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ പോകരുത്. അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്താ വൈബ്, എന്താ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഈ പറയുന്ന സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ആക്ച്വലി വിശന്ന് ഫുഡ് കഴിക്കാൻ പോയതൊന്നും അല്ല. നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആണല്ലോ ഈ ഒരു ദിവസം. അപ്പോൾ അത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ഒന്നിരുന്ന് കുറച്ച് നേരം റിലാക്സ്ഡ് ഒക്കെ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുത്തത്. പ്രതീക്ഷകളൊന്നും തെറ്റിച്ചില്ല. നമ്മൾ വന്ന വഴിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആ ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണെങ്കിലും ഒക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വിഷ്വലി നല്ല മനോഹരമായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു. മഴ പെയ്ത് ചെളി പിടിച്ച വഴിയായിരുന്നു കേട്ടോ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നല്ല വഴുക്കലുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ആ വഴിയിലേക്കുള്ള എത്ര അപകടം പിടിച്ച വഴിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും തേടി വരും. അതാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മൗത്ത് പബ്ലിസിറ്റി. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ട് കണ്ടത് തന്നെ കുറച്ച് റീൽസൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ നല്ല ഫുഡുള്ള സ്ഥലമാണെങ്കിൽ അങ്ങ് മൂന്നാറിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ഒരു സ്ഥലമൊക്കെ നോക്കി പിടിച്ചു വരും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സുകാരെങ്കിലും ഈ ഒരു വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല കസ്റ്റമർ സർവീസ്, അതുപോലെ നല്ല രുചിയുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരെ നിന്നാണെങ്കിലും ആളുകൾ നിങ്ങളെ തേടി വരും എന്നുള്ളത് ഉറപ്പാണ്. കണ്ടോ, ഇത്രയും മോശമായിരുന്നു അങ്ങോട്ടേക്കുള്ള വഴി.
പക്ഷേ ഫൈനലി നമ്മൾ ആ ഷാപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. എന്ത് രസമാണെന്നറിയാം അതിൻ്റെ ചുറ്റുവട്ടം കാണാനൊക്കെ. കാരണം അത്രയും ആ ഒരു പുഴയാണോ കായലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് തെറ്റണ്ട, എന്തായാലും കുഴപ്പമില്ല. അത്രയും വെള്ളക്കെട്ടിൻ്റെ നടുവിൽ ഇത്രയും വിഷ്വലി നല്ല മനോഹരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് അവർ ആ ഒരു ഷാപ്പ് വെച്ചിരിക്കുന്നത്. ഒത്തിരി കുട്ടികളും ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ആൻഡ് ഫുഡ് കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവിടെ അവർ ഫുഡ് ഒരുക്കി വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ കിച്ചണിൽ കയറി. അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് അവർ പറഞ്ഞു തന്നു. കക്ക ഇറച്ചി, കൊഴുവ, അതുപോലെ താറാവ്, പോർക്ക്, ബീഫ്, തലക്കറി, മീനിൻ്റെ തലക്കറി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വിത്ത് കപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ഡിഷായിട്ട്. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഫുഡ്. അപ്പോൾ ഞങ്ങൾ കക്കിറച്ചിയും താറാവും പോർക്കും അതുപോലെ കപ്പയും മീൻകറിയാണ് ഓർഡർ ചെയ്തത്. പോർക്ക് ഞാൻ കഴിക്കില്ല, എൻ്റെ വീട്ടിലാരും കഴിക്കില്ല, ഞാനും കഴിക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ റിനി മാത്രമാണ് പോർക്ക് കഴിക്കുക. അങ്ങനെ കുറച്ച് പോർക്കും വാങ്ങിച്ചു. പക്ഷേ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പായിട്ട് എനിക്ക് അവിടെ തോന്നിയില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം തുറന്ന് പറയണമല്ലോ. നമ്മൾ പ്രതീക്ഷ അത്രയും ഒരു വൈബ് എനിക്ക് അവിടെ വൈബ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മുമ്പും കഴിഞ്ഞ വ്ലോഗിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഈ OCDൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ചുറ്റുപാട് എനിക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പായിട്ട് തോന്നാത്തതുകൊണ്ട് നമ്മളവിടെ ബോട്ട് സർവീസ് എടുത്തു. അതാണെങ്കിൽ അരമണിക്കൂറിൽ 1000 രൂപ, അതാണ് അവരുടെ ചാർജ്. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടേക്ക് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബോട്ട് എടുത്തു. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ബോട്ടിലേക്ക് എടുത്തിട്ട് ബോട്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കടമക്കുടി മച്ചാൻ എന്ന് പറയുന്ന ബോട്ടാണ് നമുക്ക് എടുത്തത്. ഇവർ രണ്ടുപേരുമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സർവീസായിരുന്നു അവരുടേത്. അങ്ങനെ ഗൈസ് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങളുടെ 6ാമത്തെ സൗഹൃദ വാർഷികം ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ്. കേക്ക് പങ്കുവെച്ചിട്ട് ഞങ്ങൾ മധുരം കൈമാറിയിട്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞു. അതായത് ഇത്രയും വർഷം 2 വ്യക്തികളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നല്ല കാര്യങ്ങളുണ്ടാവാം, ചീത്ത കാര്യങ്ങളുണ്ടാവാം, ഓവറായിട്ട് ദേഷ്യം വരാം, ഓവറായിട്ട് സങ്കടപ്പെടുന്നതുണ്ടാവാം. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചത് കൊണ്ടായിരിക്കണമല്ലോ ഇത്രയും വർഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഞങ്ങളുടെ ഈ ആനിവേഴ്സറി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് പരിപാടികളൊക്കെ കഴിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നല്ല സ്പൈസി, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ സ്പോട്ടിൽ മഴ പെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ബോട്ടിൻ്റെ ആൾക്കാർ പറഞ്ഞത് എപ്പോഴും ആരെങ്കിലുമൊക്കെ കസ്റ്റമേഴ്സ് അങ്ങനെ വരുമ്പോൾ മഴയൊന്നും അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എജ്ജാതി മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകുന്നേരം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇന്ന് ശക്തമായിട്ടുള്ള മഴയും കാറ്റും കാരണം സ്കൂളുകളൊക്കെ പൊതു അവധി ആയതുകൊണ്ടാട്ടോ ബബ്ബൂസ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത്. ബബ്ബുവിന് എൻ്റെ കൂടെ കറങ്ങാൻ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എവിടെ വിളിച്ചാലും വന്നോളും. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ എൻജോയ് ചെയ്തു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ദുബായിൽ ചൂടിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അവിടെ അത്രയും 50 ഡിഗ്രി ചൂടാണ്, ഇവിടെ നാട്ടിൽ ഇത്രയും സമൃദ്ധമായ മഴയുള്ളപ്പോൾ എങ്ങനെയാണ് നാട് വിട്ട് തിരിച്ച് ദുബായിക്ക് കയറുക എന്നുള്ള സങ്കടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ ഒരു യാത്ര അടിപൊളിയാക്കി. അരമണിക്കൂർ ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ മാത്രമേ കറങ്ങിയുള്ളൂ. പക്ഷെ അത് പോരായിരുന്നു എന്ന് തോന്നിയിട്ടോ തിരിച്ചെത്താറായപ്പോൾ. പക്ഷേ ഓൾറെഡി നമ്മൾ വൈകുന്നേരം ലേറ്റായി. ഇവള് കുറേയും കൂടെ വലുതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇത്രയും ചെറിയതിലേ തന്നെ, അതായത് ഇവള് എൻ്റെ ചേച്ചിയുടെ മകളാണ്, 11 വയസ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ബബ്ബൂസിൻ്റെ ഒരു 3-4 വയസ്സ് മുതൽ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അന്ന് മുതലേ ഇന്ന് വരെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ നല്ലൊരു വൈകുന്നേരം ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച കടമക്കുടി മച്ചാൻ ബോട്ട് സർവീസിനോട് ഞങ്ങൾ താങ്ക്സ് പറഞ്ഞ് അവരോട് ബൈയും പറഞ്ഞിട്ട് പോരാൻ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കടമക്കുടി ഏരിയ ആരെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർ കടമക്കുടി മച്ചാൻ എന്ന് പറയുന്ന ബോട്ട് സർവീസ് എടുക്കുക. വളരെ നല്ല ഫ്രണ്ട്ലി സർവീസാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. തിരിച്ചിറങ്ങിയപ്പോൾ നൈസായിട്ടൊന്ന് പെട്ടു കേട്ടോ. കാരണം ഭയങ്കര മഴ മാറാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് സമയം പോകുന്നതല്ലാതെ മഴ കുറയുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി നടന്നു. മഴ നനയാന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അത്രത്തോളം എൻജോയ് ചെയ്യുന്ന വേറൊരു കാര്യം എനിക്ക് ഉണ്ടാവില്ല. സോ രണ്ടും കൽപ്പിച്ച് അങ്ങ് നടന്നു. ഇത്രയും നേരം എൻ്റെ വ്ലോഗ് കണ്ടുകൊണ്ടിരുന്നതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ആൻഡ് ഇതുപോലുള്ള മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വ്ലോഗിൽ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോകുന്നതിന് മുമ്പ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ട് വേണം പോകാൻ, ഇതുവരെ അത് അമർത്താത്തവർ. ഓക്കെ, അപ്പോൾ അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം ഗായ്സ്. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.